എന്റെ ഉമ്മ പണ്ടേ പറയാറുണ്ടായിരുന്നു ദൂരക്കൊന്നും കെട്ടരുതെന്ന്. ഇപ്പൊ മനസ്സിലായി എന്തുകൊണ്ടാണ്. 2 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ഞങ്ങൾ ചെക്കന്റെ വീട്ടുകാർ പെണ്ണിന്റെ വീട്ടിലേക്ക് പോണത്. ഒരുങ്ങിയൊക്കെ വന്നോണ്ട് ബസ്സിൽ ഡാൻസ് ഒന്നും കളിക്കൂലെന്ന് തീരുമാനിച്ചിരുന്നു. പക്ഷേ എന്റെ ഉള്ളിലെ വൈബ് ബാധ അങ്ങോട്ട് സമ്മതിച്ചില്ല. പിന്നെ ഡാൻസും പാട്ടും ഒക്കെ ആയി. എത്താനായപ്പോ വീണ്ടും റെസ്റ്റ് എടുത്തു. ലാസ്റ്റ് മിനിറ്റ് ടച്ചപ്പ് ഒക്കെ ചെയ്ത് കല്യാണ വീട്ടിലെത്തി. മഴ ചാറുന്നൊക്കെ ഉണ്ടായിരുന്നു. നിക്കാഹ് ഏകദേശം കൃത്യസമയത്ത് തന്നെ നടന്നു. എല്ലാവരും നിക്കാഹ് കണ്ടു. നിക്കാഹ് കുത്തുബ കേട്ട്. ബാസിത്ത് വലിയ ആളായി. നിക്കാഹ് കഴിഞ്ഞ് നേരെ ഫുഡ് പരിപാടി. ആദ്യ റൗണ്ട് മന്തി, രണ്ടാമത്തെ റൗണ്ട് ബീഫ് ബിരിയാണി. റാഹത്തായി. നല്ല വെറൈറ്റി ചായകൾ ഉണ്ടായിരുന്നു. ചായപ്പൊടി ഒന്നും ഇല്ലാത്ത ചായകൾ, പാഷൻ ഫ്രൂട്ട് ടീ. ചായ വിരോധിയായ ഞാനും ഈ ചായ കുടിച്ചു. മഹർ കെട്ടലൊക്കെ അതിന്റെ ഇടയിൽ നടന്നു. പിന്നെ ഔട്ട്ഡോർ ഫോട്ടോഷൂട്ട്. മഴ കുറച്ചു നേരം ചതിച്ചില്ല, പിന്നെ പെയ്യാൻ തുടങ്ങി. തിരിച്ച് കാറില് വീണ്ടും 2 മണിക്കൂർ. വീട്ടിലെത്തി ഒന്നും കൂടി ഒരുങ്ങി. ഫിറ്റ് ചെക്ക് ഡൺ. പുതിയെണ്ണ വന്ന് ഓളെ മാറ്റിച്ചു. എല്ലാ കല്യാണ പേരയിൽ ഉണ്ടാകുന്ന പോലെ ലേറ്റ് ആവുന്നതിന് ഓഡിറ്റോറിയത്തിൽ നിന്ന് കാരണവന്മാരെ വിളിച്ച് ചീത്തകളൊക്കെ പറഞ്ഞു. ഓഡിറ്റോറിയത്തിൽ എത്തിയപ്പോൾ ആൾക്കാരൊക്കെ കുറെ എത്തിയിരുന്നു. കൈകൊട്ടി പാടി പെണ്ണിനെയും ചെക്കനെയും സ്റ്റേജിൽ കയറ്റിയിട്ട് നേരെ ഫുഡ് കഴിക്കാൻ. പിന്നെ സ്ഥിരം പരിപാടികൾ, ഫോട്ടോ എടുക്കല്, വെറുതെ ഇരിക്കല്, ഗസ്റ്റിനെ കാണല്, വിശേഷം പറയല്, ഇടക്ക് താച്ചുവിന്റെ പാട്ടുകൾ, അങ്ങനെ. എല്ലാ ഗസ്റ്റും പോയി കഴിഞ്ഞപ്പോ നമ്മൾ മൈക്കൊക്കെ എടുത്ത് പാട്ട് കച്ചേരി. ചെക്കനും ചെക്കന്റെ ഉപ്പയും എല്ലാവരും പാടി. സന്തോഷത്തോടെ പരിപാടികളൊക്കെ അവസാനിച്ചു. ചെക്കന്റെ കല്യാണം ആയതുകൊണ്ടാണ് ഈ ആഹ്ലാദമൊക്കെ. പെണ്ണിന്റെ സൈഡായിരുന്നെങ്കിൽ ഇപ്പൊ എല്ലാവരും വിഷമത്തിലായിരിക്കും. എന്തായാലും എല്ലാം ഹൈറാവട്ടെ. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.